തുടർച്ചയായിട്ട് നടക്കുന്ന 1330ാമത്തെ വെബിനാർ സെഷനാണ് ഇന്ന്. നമുക്ക് ഇതിന്റെ സുഗമമായി നടക്കുന്നതിനായിട്ട് നമ്മളുടെ ജഗദീശ്വരനോടും നമ്മളുടെ മാസ്റ്ററിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കും. ഇന്നത്തെ ദിവസം ക്ലാസ് എടുക്കുന്നത് നമുക്ക് സുപരിചിതയായ ഡോക്ടർ പ്രീത എം ഉണ്ണിയാണ്. ഡോക്ടർ കടവന്ത്രയിലും എടപ്പള്ളിയിലും ചീഫ് ഫിസിഷ്യനായിട്ട് 2 ഹോമിയോപ്പതി ക്ലിനിക്കുകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ധാരാളം ക്ലാസ്സുകൾ വിവിധ തരമായിട്ടുള്ള പല രീതിയിലുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ അവതരിപ്പിക്കുന്നത് ചികിത്സാ അനുഭവങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യത്യസ്തങ്ങളായ 10 എന്ന് പറഞ്ഞെങ്കിലും 10-ൽ കൂടുതൽ കേസുകൾ പ്രസന്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. സമയക്കുറവ് മൂലമാണ് അത് തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് അതിന്റെ തുടർച്ചയെന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഡോക്ടർ പ്രീത എം ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്നത്തെ ദിവസം ക്ലാസ് കേൾക്കുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഡോക്ടറെ ഒന്നുകൂടി ക്ലാസ് എടുക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങും. താങ്ക് യു. നമസ്തേ. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും കേൾക്കാമോ എന്നെ? കേൾക്കാം ഡോക്ടർ. കേൾക്കാമോ? കേൾക്കാം. ഓഡിയോയും വീഡിയോയും രണ്ടും കുഴപ്പമില്ലല്ലോ? കാണുകയും കേൾക്കുകയും ചെയ്യാമല്ലോ? കേൾക്കാം, കേൾക്കുകയും കാണുകയും ചെയ്യാം. ഇപ്പോൾ വീഡിയോ പോയി. താങ്ക് യു. ഓക്കെ. വീഡിയോ പോയോ? ഇല്ല, ഓക്കെ ആയി. IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും നമസ്കാരം. ഇന്ന് ചില ഇൻഫെക്ഷൻസിലെ ഫംഗൽ ഇൻഫെക്ഷൻ അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൈക്കോസിസ്. നമ്മൾ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് കേൾക്കുമ്പം ഒന്നിലെ മുടിയിലെ, അതായത് തലയിലെ മിക്കവാറും നമുക്കറിയാം താരൻ, ഡാൻഡ്രഫ്, അല്ലെങ്കിൽ നെയിൽ ബഡ്സിൽ അല്ലെങ്കിൽ ഫിംഗേഴ്സിന്റെ ഇടയ്ക്കൊക്കെ പൂക്കൽ പോലെ മാത്രം എന്നൊരു ചിന്തയാണ് പെട്ടെന്ന് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് മനസ്സിലോട്ട് ഓടി വരുന്ന കുറച്ച് പോയിന്റ്സ്. പക്ഷേ ഹെഡ് ഫുട്ട്, അതായത് ഹെയർ, സ്കാൽപ്പിലെ ഹെയർ മുതൽ, അതായത് സ്കാൽപ്പ് മുതൽ താഴെ ടോയ് നെയിൽസിൽ വരെ പലതരത്തിലെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തരത്തിലുള്ള സിംറ്റംസ് ആൻഡ് ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഫംഗസിന് സാധിക്കും. ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫംഗസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലാന്റ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് എപ്പോഴും റെക്കറൻസി പ്രതീക്ഷിക്കാം. അതിന്റെ ഒരു കാര്യം തന്നെ ചെടി ആയതുകൊണ്ട് സ്പോറുകൾ, അതിന്റെ വിത്ത് വിതരണം നടത്തുന്ന സ്പോറിൽ കൂടാണ്. അപ്പൊ ആ ചെടിയെ നമ്മൾ അങ്ങ് പറിച്ച് നശിപ്പിച്ചങ്ങ് കളഞ്ഞാലും ഈ സ്പോറുകൾ അവിടെ കിടക്കും. വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഇത് വീണ്ടും പൊട്ടിമുളയ്ക്കും. ഒരു വിത്തിന് വേണ്ടത് വെള്ളമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. വെള്ളവും അതിന്റെ വളവും കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഈ സ്പോറുകൾ വളരെ ശക്തമായിട്ട് തന്നെ വളർന്നു വരും. അപ്പം ഫംഗൽ ഇൻഫെക്ഷന് മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാം റെക്കറൻസി. അത് കൂടുതലും വരുന്നത് വെള്ളവും വളവും എന്ന് ഉദ്ദേശിച്ചത് നനവുള്ളിടത്ത്, മോയ്സ്ചർ ഉള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ വൃത്തി, അതായത് ഹൈജീനിക് ആയിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന പോർഷൻസിലും ഇത് വളരെ വേഗം റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും നമ്മൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കി തരാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഈ ഡാൻഡ്രഫിന്റെ കാര്യത്തിൽ തന്നെ പലരും പറയും അത് അന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതങ്ങ് മാറിപ്പോയതാണ്, വീണ്ടും വീണ്ടും ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് ഡാൻഡ്രഫ് കൂടുതലായിട്ട് തലയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ റീസൺ ഈ സ്പോറുകൾ അവിടെ ഉണ്ട്. ഒന്നില്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോൾ, എല്ലാ ഇൻഫെക്ഷൻസും നമുക്ക് ഇമ്മ്യൂണിറ്റി വീക്ക് ആകുന്ന അവസരത്തിലാണ് പുറത്തേക്ക് ആ ഇൻഫെക്ഷൻ, ആ സിംറ്റം പുറത്തോട്ട് വരുന്നത്. വീക്കാക്കുന്ന പലവിധ ഡിസീസും ഉണ്ട്. അതിലെ നമ്പർ 1 ആണ് ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവം.
ഫംഗൽ ഇൻഫെക്ഷൻ വളരെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഡിസീസാണ് ഡയബറ്റസ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയുന്ന HIV അതുപോലെ ഉള്ള ഡിസീസിന്റെ ഒക്കെ ഉള്ള അവസരത്തിൽ നമുക്ക് ക്യാൻസർ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതലായിട്ട് ഈ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമല്ലോ. ആ സമയത്താണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകാൻ. ഏതൊക്കെ തരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയാമോ ആ ഒക്കെ സമയത്താണ് ഇതുണ്ടാകുന്നത്. കാരണം ഇത് ബോഡിയിൽ തന്നെ ഇപ്പൊ കാൻഡിഡ എന്ന് പറയുന്നതിന്റെ പലപ്പോഴും നമ്മൾ ബ്ലഡ് എടുത്ത് അല്ലെങ്കിൽ ആ മ്യൂക്കസ് മെമ്പറൈൻ എടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ബോഡിയിൽ തന്നെ ഉണ്ട്. എപ്പോഴാണോ ഇമ്മ്യൂണിറ്റി വീക്ക് ആകുന്നത് ആ സമയത്താണ് സിംറ്റംസ് പുറത്തോട്ട് വരുന്നത്. അപ്പം ഈ ഒരു കേസിൽ ഈ റെക്കറൻസി ഉള്ളത് കൊണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് എപ്പോഴും കൊടുത്തിരിക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സാധാരണ അപ്പോൾ കാണുന്ന സിംറ്റംസിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കൊടുത്ത് ആ ഡിസീസ് കുറച്ചാലും അത് വീണ്ടും വരുന്ന ഒരവസ്ഥ കാണുന്നത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് തീർച്ചയായിട്ടും അതിന് കൊടുത്ത് അത് കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ഇനി ഓരോ പോർഷൻസിലും, അതായത് സ്കിന്നില് എപ്പിഡെർമിസ് ഏറ്റവും പുറത്ത് തൊലിപ്പുറത്ത് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന അവസരത്തിൽ അത് കൂടുതലും ടൈറ്റ് ആയിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ മോയ്സ്ചർ കൂടുതൽ നിൽക്കുന്ന റീജിയണില്, അതായത് ഉദാഹരണം പറഞ്ഞാൽ മുടി തന്നെ, അത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുടി ഉണങ്ങി വരുന്നത് വരെ ആ മോയ്സ്ചർ മുടിയിൽ തന്നെ നിൽക്കും. ആ തണുപ്പ് എപ്പോഴും തലയിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സ്കാൽപ്പിലുള്ള ആ സ്കിന്ന് എപ്പോഴും കുറച്ച് സോഫ്റ്റ് ആയിട്ട് ലൂസായിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി കെട്ടിവെക്കാവുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന, അതുപോലെ തന്നെ മുടി വാഷ് ചെയ്യുന്നതും വൃത്തിയായിട്ട് അത് അഴുക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ ലൈറ്റ് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിൻപുറമാണെങ്കിൽ താളിപ്പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് വൃത്തിയായിട്ട്, അതായത് ഹൈജീനിക് മെഷേഴ്സും ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ വൃത്തിയാക്കി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കോംബ് ചെയ്യുക. ഇങ്ങനൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്, അതായത് മോയ്സ്ചർ നിൽക്കുന്ന സ്ഥാനത്ത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകും. അതുപോലെ ഫ്രിക്ഷൻ വളരെ ടൈറ്റ് ആയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ധരിക്കുമ്പോഴത്തേന് ടൈറ്റ് ആയിട്ട് എവിടെയാണോ നിൽക്കുന്നത്, കാരണം അവിടെ വിയർപ്പ് വന്നിട്ട് കൂടുതലും തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഫംഗസ് പെട്ടെന്ന് വളരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണാം. ഒരുപാട് ഞാൻ പതോളജിക്കലി പോകുന്നില്ല. അതുപോലെ പൂർ സർക്കുലേഷൻ, ഡയബറ്റസ് ഉള്ള ഒരു സമയത്ത് അവർ വളരെയധികം സ്കിന്നിന് വളരെ കെയർ കൊടുക്കേണ്ട ആൾക്കാരാണ്. പെട്ടെന്നാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ സ്കിൻ എപ്പിഡെർമിസ് കാണുന്ന ഈ സിംറ്റമാറ്റിക്കലി സിംറ്റംസ് പുറത്തോട്ട് വരുന്നത്, അത് റെഡ് സ്വള്ളൻ ബമ്പി ആയിട്ടുള്ള റാഷസ്, നമ്മൾ സാധാരണ രീതിയിൽ അലർജിക് ആയിട്ടുള്ള റാഷസ് വരുമ്പം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിങ് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ പലരും പറയും, പല ഡോക്ടേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇത് ഈ വരുന്ന, അതായത് വെറുതെ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് കുറച്ചൊരു പ്രഷറിൽ സ്കിന്നിന്റെ പുറത്തൊന്ന് ഒന്ന് വരഞ്ഞ ഒന്ന് ലൈൻ ഒന്ന് കൊടുത്താൽ മതി. ആ ഭാഗം റെഡ് കളറിൽ തടിച്ചു പൊങ്ങി വരും. നമ്മൾ അവിടെ സ്പർശിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ സ്വെല്ലിങ് പോലെ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ സോഫയിലൊക്കെ വളരെ സമയം ചാരി അങ്ങനെ ഇരുന്നാൽ ആ പ്രഷർ പോയിന്റ്സിൽ ഈ റെഡ് കളറിലെ ഈ ഒരു ബമ്പി ഫോർമേഷൻ അവിടെ ഉണ്ടാകുക. അപ്പം ഇത് നമ്മൾ അലർജിക് ആയിട്ട് സാധാരണ സ്കിന്നിന്റെ പുറത്ത് ഇങ്ങനെ കാണുന്ന റാഷസ് കാണുമ്പം നമ്മൾ അലർജി മെഡിസിൻസ് എന്തെങ്കിലും കൊടുത്ത് അത് അങ്ങ് മാറ്റാം. അലർജി മെഡിസിൻ സിംറ്റമാറ്റിക്കലി ആണ് കൊടുക്കുന്നത്, അതങ്ങ് മാറ്റിക്കളയാമെന്ന് വിചാരിച്ചാല് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആണ് അതിൽ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ മെഡിസിൻസ് നമ്മളിപ്പം നോക്കുമ്പോഴത്തേന് ലംബായിട്ട് നിൽക്കുന്നു, ചിലപ്പം എപ്പിസ് ആകാം, അല്ലെങ്കിൽ നേട്രമോർ ആകാം, അല്ലെങ്കിൽ പൾസാറ്റിലെ ആകാം എന്നുള്ള ചിന്ത വരുന്ന അവസരത്തില് ഇത് ഫംഗസ് സംബന്ധിക്കുന്നത്. അതിന് കൂടുതലും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്താൽ മതിയാകും, അത് കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോയിക്കോളും. പക്ഷെ ഈ ജസ്റ്റ് വരുന്ന ഈ ഒരു സംഭവം അത് മിക്കവാറും ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കും. കാരണം അലർജി പല റീസൺ കൊണ്ടുണ്ടാകാമല്ലോ. ഡസ്റ്റ് മുതൽ അങ്ങോട്ട് ഫുഡ്,
അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അലർജി ഉണ്ടാകാം. പക്ഷെ ഇങ്ങനെ കാണുന്ന ഈ റാഷസ് മാത്രമായിട്ട് കാണുന്നത് അതൊരു ഫംഗൽ ഇൻഫെക്ഷന്റെയും കൂടെ സിംറ്റംസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, മെഡിസിൻസ് സാധാരണ രീതിയിൽ ഇങ്ങനെ റെഡ് കളറിൽ തടിച്ചു പൊങ്ങി, അതായത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്വെല്ലിംഗ് കൂടെ ഒരു ബമ്പി ഫീലിംഗ് കൂടെ അവിടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൊടുക്കാം. പെയിനും കൂടെ ഉണ്ടെങ്കിൽ അപ്പോസൈനും കൂടെ കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ സൾഫർ വേണേൽ കൊടുക്കാം. പൾസാറ്റിലെ ഉണ്ട്, എപ്പിസ്, നേട്രമോർ, ആർസാൽബ, ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് എല്ലാം തന്നെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അണ്ടർ ഓരോന്നിനും നമ്മൾ സെലക്ട് ചെയ്യുമ്പം സിംറ്റമാറ്റിക്കലി നോക്കുമല്ലോ, മറ്റുള്ള കാര്യങ്ങളോട് ചേർന്ന് വരുന്ന മറ്റുള്ള സിംറ്റംസും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ റയർ പെക്യൂലർ ആയിട്ടുള്ള സിംറ്റംസ്, അങ്ങനെ ആ സിംറ്റമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് നോക്കി ഈ ഒരു സ്കിൻ ഡിസീസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അത് കംപ്ലീറ്റ് ക്യൂർ ആയിട്ട് നമുക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇത്. രണ്ടാമത് നെയിൽസിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പം അത് സിംറ്റംസ് അതിന്റെ പുറത്തോട്ട് വരുന്നത് ഫസ്റ്റ് ഡിസ്കളറേഷൻ, അതായത് ഒന്നിയിൽ യെല്ലോയിഷ് ആകാം, ബ്രൗൺ ആകാം, ബ്ലാക്കിഷ് ആകാം, തിക്ക് വൈറ്റ് ആയിട്ടുള്ള നെയിൽസ് ഫോം ചെയ്യുക. തന്നെയല്ല നെയിൽ ബഡ്സ് തിക്കനിങ് ആയിട്ട് വരിക. അവിടെ അമർത്തിയാൽ നമുക്ക് പെയിനും തോന്നും. ബ്രിട്ടിലായി പൊട്ടിപ്പോവുക, ക്രാക്ക് ചെയ്തിരിക്കുക. ഇതൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ നെയിൽസിൽ ഉണ്ടാകുമ്പോൾ പുറത്തോട്ട് വരുന്ന സിംറ്റംസ് ആണ് ഇതൊക്കെ തന്നെ. അപ്പം ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ കൂടുതലും നമ്മളൊക്കെ ചോദിച്ചാൽ അത് മനസ്സിലാകാൻ, രണ്ടുപേര് പർട്ടിക്കുലറായിട്ട് ഈ ഒരു സിംറ്റംസ് മാത്രം പറഞ്ഞു വന്നതില് ഒരാള് ഗാർഡനിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ചെടികളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. ഒരാള് ലോണ്ടറി വർക്ക്, അതായത് നിന്ന് വാഷ് ചെയ്യുന്ന, പുറത്ത് കല്ലിൽ വെച്ചാണ് വാഷ് ചെയ്യുന്നത്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ആ സോപ്പുകളും ഇതും എല്ലാം ആയിട്ട് ഇങ്ങനെ എപ്പോഴും തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പർട്ടിക്കുലറായിട്ട് ഒരേ രീതിയിലുള്ള ഈ നെയിൽസിലുള്ള ഈ ഒരു ഇൻഫെക്ഷൻ കാണാൻ സാധിച്ചു. ഫംഗസ് ആണ് അതിന് കാരണം. അങ്ങനെ ആ ഒരു നെയിൽസിൽ വരുന്ന ആ ഫംഗൽ ഇൻഫെക്ഷന് നമുക്ക് നമ്പർ 1 ആയിട്ട് ഒന്നും ചിന്തിക്കാതെ മറ്റേതൊക്കെ മെഡിസിൻസ് വന്നാലും 2G അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ലംബ് ഫോം, അതായത് ആ നെയിൽ ബഡ്സിലെ ഗ്രോത്ത് വളരെ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്ത് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണ് തൂജ. എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും തൂജ നമുക്ക് കൊടുത്തു നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആ നെയിൽസിന്റെ ഡിസ്കളറേഷൻ മാറി, പുതിയതൊക്കെ ചിലപ്പം അത് കൂടുതലായിട്ട് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ടുള്ള നെയിൽസ് വന്ന് നോർമൽ കളറിലുള്ളതും ഹെൽത്തി ആയിട്ടുള്ള നെയിൽസും അത് നെയിൽസിന്റെ ചുറ്റുമുള്ള സ്കിൻ വളരെ ഹെൽത്തി ആയിട്ടും വരാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണ് തൂജ. തൂജ ഏത് പൊട്ടൻസിയാ പ്രീത ഡോക്ടറെ? തൂജ പൊട്ടൻസി? തൂജ 200 കൊടുത്ത ഞാൻ പറഞ്ഞല്ലോ. കാരണം അല്ല, എവറി ആഫ്റ്റർ 3 days ഓരോ ഡോസ് വെച്ച് 200 പൊട്ടൻസി കൊടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ഏതാന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കൊള്ളണം. ഒന്നും ചിന്തിക്കാതെ ഈ തൂജ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആരിലാണെങ്കിലും ഏത് ഏജിലുള്ളവരാണെങ്കിലും എങ്ങനെയാണെങ്കിലും തൂജ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം പെട്രോളിയം എന്ന് പറയുന്ന മെഡിസിനും, അതായത് ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സിൽ വരുമ്പം ഇത് രണ്ടും, തൂജയാണ് ഇമ്പോർട്ടന്റ്, തൂജ കൊടുത്തിരിക്കണം. പെട്രോളിയം വേണമെങ്കിൽ പ്രത്യേകിച്ച് ഫിഷറൊക്കെ കാണും പെട്രോളിന്, അതായത് ആ നെയിൽസിന്റെ ചുറ്റുപാടുമുള്ള സ്കിന്നിലെ ഫിഷർ ഫോർമേഷൻ എഡ്ജിൽ, അതായത് ഫിംഗേഴ്സിന്റെ എഡ്ജിൽ തന്നെ ഫിഷർ ഫോർമേഷൻ ഉണ്ടെങ്കിൽ പെട്രോളിയം കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, സിംറ്റമാറ്റിക്കലി നമ്മൾ ഓരോന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് മെഡിസിൻസ് വരുന്നുണ്ട്. ഇത് പക്ഷേ ഒഴിച്ചുകൂടാനാവാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്നും കണ്ണടച്ച് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, ആ തരത്തിൽ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ പൂജ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തത് ഹെയർ ആണ്. ഹെയറിൽ വരുന്നത്, ഹെയർ നമ്മൾ പറയുമ്പം
ഹെയറി പോർഷൻസ്, അതായത് സ്കാൽപ്പാണ് ഇമ്പോർട്ടന്റ്. അതുകൂടാതെ ആക്സിലയിൽ വേണേ ഉണ്ടാവാം, മീശയിലും താടിയിലും ഒക്കെ ഉണ്ടാകാം ഫംഗൽ ഇൻഫെക്ഷന്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഹൈജീനിക് മെഷേഴ്സ് കുറവായിട്ടുള്ള ആൾക്കാരിലെ അവർക്ക് ആ ഇമ്മ്യൂണിറ്റി കൂടെ വീക്ക് ആകുമ്പോഴത്തേന് പെട്ടെന്നാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കാണുന്നത്. മുടിയാണെങ്കിലും വൃത്തിയായിട്ട് മുടി വെക്കുക എന്നുള്ള കാര്യം, അത് മീശയിലാണേലും താടിയിലാണേലും ഒക്കെ തന്നെ വളരെ വൃത്തിയായിട്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ആക്സിലെ കാണുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ് അത്. റിംഗ് വേമിന്റെ ഫോമില് കാണുന്നത്. നമുക്ക് ശരിക്കും കാണാം, നമുക്ക് വട്ടത്തിൽ തന്നെയാണ് ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത്. അതിന്റെ ഇച്ചിങ്ങും ഉണ്ടാകും, പെയിനും ഉണ്ടാകും, റെഡായിട്ട് ചെറിയ കുരുക്കൾ വേണമെങ്കിൽ അതിന്റെ ആ ഒരു റിംഗ് ഫോമിന്റെ മുകളിലെന്ന് വെച്ചാൽ ആ റിംഗ് ഫോമിൽ തന്നെ ചെറിയ കുരുക്കളായിട്ടും ഫോം ചെയ്യും. അങ്ങനെ അത് കൂടുതലും ആക്സില റീജിയനിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിലോ, അതായത് ഇലാസ്റ്റിക് ഒക്കെ വളരെ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന പോർഷൻസിലൊക്കെയും ഈ റിംഗ് വേമിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഡാൻഡ്രഫിന്റെ കാര്യം പറയുമ്പം തലയിലെ നമുക്ക് ചെറിയ പൊടി പോലെ നിറച്ച് സ്കാൽപ്പ് മുഴുവനും ഉണ്ടാകാം. വലിയ, നമ്മൾ പറയില്ലേ പരള പോലെ എന്ന് പറയുമല്ലോ, വലിയ രീതിയിലുള്ള സ്കെയിൽസ്, നല്ല നീളവും വീതി വണ്ണമുള്ള സ്കെയിൽ ഫോർമേഷനും തലയിലുണ്ടാകാം. നമുക്ക് കാണാം മുടിയുടെ ഇടയ്ക്കൂടെ ആ വലിയ സ്കെയിൽസ് മുകളിലേക്ക് പൊങ്ങിയാണ് നിൽക്കുന്നത്. നല്ല ഇച്ചിങ് അവർക്കുണ്ടായിരിക്കും. എത്ര അത് നമ്മൾ ഇളക്കി കളയാൻ ശ്രമിച്ചാലും ഇളകിയത് പോകും. പക്ഷെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു ബാഡായിട്ടുള്ള ഒരു സംഭവമാണ് റെക്കറൻസി. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ അത് ഇളക്കി കളഞ്ഞാലും എങ്ങനെയൊക്കെ മെഡിസിൻസ് കൊടുത്താലും വീണ്ടും വരാനുള്ള സാധ്യത വളരെയുണ്ട്. എസ്പെഷ്യലി തലയില് ഡാൻഡ്രഫ് ഫോം, അത് രണ്ട് തരത്തിലുണ്ട്. പൊടിയായിട്ടും ഉണ്ട്, വലിയ സ്കെയിലി ഫോമിലും ഉണ്ട്. നല്ല ഇച്ചിങ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സംടൈംസ് ഈ സ്കെയിൽസിന് കളർ ചേഞ്ച്, വൈറ്റ് അല്ലായിരിക്കാം, യെല്ലോയിഷ് ആകാം. അത് അശ്രദ്ധമായിട്ട് ആ ഇൻഫെക്ഷൻ റേറ്റ് കൂടുമ്പോഴാണ് വരുന്നത്. യെല്ലോയിഷ് ആയിട്ടുണ്ടാകാം. അത് വളരെ ഇളക്കി കളയാൻ പ്രയാസം ഉള്ളത് കാണും. അങ്ങനെ ശക്തമായിട്ട് നമ്മൾ ഇളക്കിയാൽ ചെറിയ ബ്ലീഡിങ് ഉണ്ടാകും. ഇങ്ങനൊക്കെയുള്ള ഡാൻഡ്രഫ് ഫോർമേഷൻസ് തലയിലുണ്ടാകാൻ, ഈ ഫംഗൽ ഇൻഫെക്ഷൻ തലയിലുണ്ടാക്കുന്നതാണ്. അതുപോലെ ഈ ഡാൻഡ്രഫ് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യം മുടി കൊഴിച്ചിൽ. അതിൻ്റെ കൂടെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് എപ്പോഴും മുടി കൊഴിച്ചിലുണ്ടാകും. അങ്ങനെ മുടി മുഴുവനായിട്ട്, അതായത് ഇടയ്ക്കും അങ്ങനെ മുടി ഒന്ന് കൊഴിഞ്ഞു പോകാം. അതുകൂടാതെ വട്ടം നമുക്കത് കാണാം. കാരണം ഈ റിംഗ് വേം ഇൻഫെക്ഷന് തലയിലും അത് വട്ടം പൊഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ പേഷ്യന്റ് നമ്മളോട് പരാതിപ്പെടാറുള്ളൂ. പക്ഷേ ഈ വട്ടം, ഈ റിംഗ് വേം, അതായത് നമ്മൾ ആ ആക്സിലയിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള അതേ സെയിം ഇൻഫെക്ഷൻസ് സ്കാൽപ്പിലും ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വട്ടം മുടി പോകുന്നതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഫോസ്ഫറസ്. ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാതെ പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മുടി കൊഴിഞ്ഞു പോകുന്നത്. 2G അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു മെഡിസിനാണ്. എന്നാലും ഫോസ്ഫറസ് നേരത്തെ ഇത് നമ്മൾ നെയിലിന്റെ കാര്യത്തിൽ ഒന്നും ചിന്തിക്കാത്ത 2G കൊടുക്കാമെന്ന് പറയുന്ന പോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്ന മെഡിസിന്. അതുപോലെ തന്നെ ഹെപ്പാർ സൾഫർ, എല്ലാ സിംറ്റം നോക്കിയിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞാൽ റീസൺ ആ ഡാൻഡ്രഫ് ആണ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഏതാണ് മെഡിസിൻ എന്നുള്ളത് സെറ്റ് ചെയ്യാൻ. നല്ലൊരു മരുന്നാണ് നേട്രമോർ ഉണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം തന്നെ കോമൺ ആയിട്ട് കയറി വരുന്ന ഒരു മെഡിസിനാണ് സെപ്റ്റിയ എന്ന് പറയുന്നത്. തന്നെയല്ല മുടി കൊഴിച്ചിലിന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന രണ്ട് മെഡിസിനാണ് സെപ്റ്റിയയും നേട്രമോറും. അപ്പം ഈ ഒരു രീതിയിൽ പ്രത്യേകിച്ച് നേട്രമോറിന്റെ കേസിൽ മറ്റ് പല, കാരണം തൈറോയിഡോ അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് വരുമ്പോഴും മുടി കൊഴിഞ്ഞു പോകാം. പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള മുടി കൊഴിച്ചിലിന് സെപ്റ്റിയ തന്നെയാണ് അതിന്റെ മെഡിസിൻ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഇൻഫെക്ഷൻ കാണുന്നത് മ്യൂക്കസ് മെംബ്രെയിനിലാണ് കാണുന്നത്. അതിലെ മ്യൂക്കസ് മെംബ്രെയിനിലെ മൗത്ത്, ത്രോട്ട് ഇങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് വൈറ്റ് പാച്ചസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
പലപ്പോഴും വേദനയായിട്ട് കൊച്ചുകുട്ടികൾക്ക് അത് ആ ഒരു ഡിസീസ് മറ്റ് ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ അതിലേക്ക് വരാം. വാ തുറക്കാൻ വൈറ്റ് പാച്ചസ് ആയിട്ട് നമുക്ക് വാ തുറന്നു നോക്കിയാല് ചീക്കിന്റെ 2 സൈഡിലും അതുപോലെ കോർണേഴ്സ് ഓഫ് മൗത്തില് ഈവൻ ടങ്ങിന്റെ അറ്റത്ത് ഈ വൈറ്റ് പാച്ചസ് നമുക്ക് കാണാം. നാവിലും ഉണ്ടാകും. നാവിലും അതുപോലെ തന്നെ റിംഗ്വർം ഫോർമേഷൻ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പലപ്പോഴും കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേന് ഇത് അടർന്നു പോയിട്ടാവണം ബ്ലീഡിങ്ങും മൗത്തിലുണ്ടാകുന്ന ഈ വൈറ്റ് പാച്ചസിന്റെ കൊഴിഞ്ഞു പോകുമ്പം ബ്ലീഡിങ് ഉണ്ടായതായിട്ടും ബേണിംഗ് പെയിൻ കയ്യിലോട്ടൊന്നും വെക്കാൻ വയ്യ, പ്രത്യേകിച്ച് എരിവുള്ളത് വെക്കാൻ വയ്യ, ചൂടുള്ളത് വെക്കാൻ വയ്യ എന്നൊക്കെ കംപ്ലൈന്റ് പേഷ്യൻസ് പലപ്പോഴും പറയാറുണ്ട്. അതിന് ഒരുപാട് മെഡിസിൻ ഉണ്ട്. എല്ലാവർക്കും അറിയാം ഓറൽ പ്രശ്നമുള്ള മെഡിസിൻസ് ഏതൊക്കെയാണ്. കുട്ടികൾക്ക് മിക്കവാറും വരുന്ന ഒരു സംഭവമാണത്. അതിൻ്റെ അകത്ത് ആഴ്സ് വരാം, ബാക്ടീഷ്യ ഉണ്ട്, ബോറാക്സ്, ഇതെല്ലാം തന്നെ അതിൻ്റെ മറ്റുള്ള സിംറ്റംസ് കൂടെ വന്നാൽ ശേഷം മാത്രമേ നമുക്കത് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കോമൺ ആയിട്ട് കുറേ മെഡിസിൻസിന്റെ പേര് ഞാൻ പറയുന്നതേ ഉള്ളൂ. ബർത്തോള്, മ്യൂറിയാറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, സൾഫർ, നെക്സോമിക്ക, ഇതെല്ലാം തന്നെ. അതുപോലെ ഗംസിൽ ഉള്ളതിന് ഇമ്പോർട്ടൻ്റ് ആണ് നേട്രമൂർ. ബോറാക്സിന് എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കും. ആ കുട്ടി തന്നെ വളരെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഓറൽ പ്രശ്നത്തിന് കൊടുക്കുന്ന നമ്പർ 1 ഒരു മെഡിസിൻ ആണ് ബോറാക്സ് എന്ന് പറയുന്നത്. അത് കുഞ്ഞ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. പെട്ടെന്നാണ് സഡൻ കരച്ചിൽ, ഇമോഷൻസ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് വായില് ഇത് അടർന്നു പോയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. സ്പോട്ടില് നാക്കിലൊക്കെ ആകുമ്പോൾ ഓരോ സ്പോട്ടിൽ, അതുപോലെ തന്നെ മ്യൂക്കസ് വായിലെ ആ കവിളിന്റെ മ്യൂക്കസ് മെമ്പറേനിലും നമുക്ക് സ്പോട്ടായിട്ട് കാണുന്നതിന് സൾഫ്യൂരിക് ആസിഡ് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. വേറെ ഒരു സിംറ്റം ഇല്ലാതെ ഇങ്ങനെ സ്പോട്ടായിട്ട്, അതായത് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിലാണ് കാണുന്നെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് കൊടുത്താൽ അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ടിപ്പ് ഓഫ് ടങ്ങിൽ വരുന്നതിന് ബ്രയോണിയ, ലാക്ടസിസ്, ഹമാമലിസ് ഇതൊക്കെ കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷന് ഉള്ള മെഡിസിൻ തന്നെ ആണോ എന്നുള്ളത്. പക്ഷേ ഹമാമലിസ് ഒക്കെ നല്ല, അതായത് ഇത്തിരി ബ്ലീഡിങ് കൂടെ ഉണ്ടെങ്കിൽ, ഇതുപോലെ പൊട്ടിയിട്ട ബ്ലീഡിങ് കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും തന്നെ നോക്കണ്ട, ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വളരെ വ്യത്യാസവും തന്നെയല്ല, നമുക്ക് ക്യൂർ ആണല്ലോ ആവശ്യം. ഹോമിയോപ്പതിയിലെ ആൾക്കാർ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ കാര്യം തന്നെ ക്യൂർ കിട്ടണം. അല്ലാതെ താൽക്കാലികമായിട്ട് നമുക്കൊരു സപ്രഷനോ അല്ലെങ്കിൽ ഒരു പാലിയേഷനോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസത്തേന് മാത്രം ഒന്ന് കുറച്ച് കൊടുക്കുക, ആ ഒരു സമ്പ്രദായമല്ലല്ലോ. അപ്പൊ ആ കംപ്ലീറ്റ് ക്യൂറിന് വരുമ്പോൾ നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് റെക്കറൻസി എപ്പോഴെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനോട് കൊടുത്താൽ ബാക്കി കവർ ചെയ്തങ്ങ് പോകും. അതുപോലെ കോർണേഴ്സ് ഓഫ് ദ മൗത്തിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില സ്ഥലത്തുള്ളവർക്കും എനിക്ക് തോന്നുന്നു കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ, മലയാളീസിനല്ല അത് കൂടുതലും കാണുന്നത്. കോർണേഴ്സ് ഓഫ് മൗത്ത് തമിഴ് അതുപോലെ തന്നെ കന്നഡ ഇങ്ങനത്തെ ഉള്ളവരിൽ കാണാം ഈ ഇൻഫെക്ഷൻ, അതായത് വൈറ്റ് പാച്ചസ് ആയിട്ട് കോർണേഴ്സ് ഓഫ് മൗത്തിൽ കാണുന്നത്. നൈട്രിക് ആസിഡ്, നേട്രമൂർ ആണെങ്കിൽ കൊടുക്കാൻ സാധിക്കും നമുക്ക്. നൈട്രിക് ആസിഡ് ആണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിന്. അവിടെ ഒക്കെ തന്നെ വൈറ്റ് പാച്ചസ് ആയിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് സിംറ്റമാറ്റിക്കലി വേണം കൊടുക്കാൻ. എന്നാലും നൈട്രിക് ആസിഡ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾക്കൊന്നും ചിന്തിക്കാതാണെങ്കിലും അത് കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ നൈട്രിക് ആസിഡ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അടുത്തത് ഏനൽ ഫംഗൽ ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞു മ്യൂക്കസ് മെമ്പറൈനിലെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് ഏനസിൽ ഉണ്ടാകുന്ന കൂടുതലും വളരെ കുഞ്ഞുങ്ങളിൽ, അതായത് ഡയപ്പർ ഇൻഫെക്ഷനും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിലെ പ്രൂറൈറ്റിസ് ഏന എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരം ശ്രദ്ധിച്ചോണം. വേംസിന്റെ കംപ്ലൈൻസ് ഉണ്ട്, പിൻവേംസ് ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് പ്രൂറൈറ്റിസ് ഏന എന്ന് പറയുന്നത്. അതപ്പം തിരിച്ചറിയാന് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷന് എപ്പോഴും തന്നെ ഔട്ടർ റീജിയനിലായിരിക്കാം ഇച്ചിങ് ഉണ്ടാകുന്നത്. വേംസിന്റെ കംപ്ലൈൻസിലെ ഇന്നർ റീജിയനിൽ കൂടെ അവര് കംപ്ലൈന്റ് എപ്പോഴും തന്നെ പറയും. കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും അവർക്ക് ആ ഒരു റെക്ടം റീജിയനിലെ ഇൻസൈഡ് ആയിട്ട് ഇച്ചിങ് പറയും. അപ്പൊ നമുക്ക് വേർതിരിച്ചറിയാം ഏതാണ്
ഫംഗൽ ഇൻഫെക്ഷൻ ആണോ അതോ ഇത് വേംസിന്റെ കംപ്ലൈന്റ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എപ്പോഴും തന്നെ ആ പെരിയേനൽ റീജിയൻ എസ്പെഷ്യലി കുഞ്ഞുങ്ങളുടെ വളരെ ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടും വെച്ചില്ലെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ഡ്രൈ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡയപ്പർ റാഷ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കിഡ്സിന്. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ഡയപ്പർ റാഷിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ട ഒരു സംഭവമാണ്. എല്ലാ കുട്ടികളെയും തന്നെ വീട്ടിലെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന അവസരത്തിലും കൊച്ചു കുട്ടികൾക്ക് ഡയപ്പർ കെട്ടിച്ചിട്ടാണ് അവർ നിർത്തുന്നത്. കാരണം ജോലി ലാഭിക്കുക എന്നുള്ള ഒരു സംഭവം കൊണ്ടായിരിക്കാം. കാരണം പണ്ടൊന്നും അതത്ര ക്ലോത്ത് തന്നെയാണ് സാധാരണ യൂസ് ചെയ്തിരുന്നത് കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ ഇപ്പം ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതും ശ്രദ്ധിക്കാറില്ല. രാവിലെ ഒരു ഡയപ്പർ അവര് കുട്ടികളെ അത് ഫിറ്റ് ചെയ്യിപ്പിച്ചെല്ലാം കൊടുത്താല് പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോഴായിരിക്കും അത് മാറ്റുന്നത്. ഇതൊക്കെയും ഈ ഡയപ്പർ റാഷിന് ഒരു റീസൺ ആണ്. അത് അതിന്റെ മെഡിസിൻസ് നമ്മൾ ഡയപ്പർ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം തന്നെ ഹൈജീനിക് മെഷേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒഫാണ് അത് കൂടി വന്നാൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ ആ ഡയപ്പർ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓരോ തവണയും ആ ഡയപ്പർ മാറ്റുന്ന അവസരത്തിൽ ഹോട്ട് വാട്ടർ കൊണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ കഴുകി അവിടെ ഡ്രൈ ആക്കി തുടച്ച് വളരെ ഡ്രൈ ആക്കി വെക്കാൻ വളരെയധികം. എപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഒരുപാട് മോയ്സ്ചർ ഉള്ള പോർഷനിലാണ്. അതുകൊണ്ട് ഡ്രൈ ആക്കി വെക്കുക. അതുപോലെ ഓവർ ടൈറ്റ് ആയിട്ട് ഡയപ്പർ ഞാൻ പറഞ്ഞല്ലോ ടൈറ്റ് ആയിട്ട് ഡ്രസ്സ് എവിടാണോ നമ്മുടെ ബോഡിയിൽ കിടക്കുന്നത് അവിടാണ് കൂടുതലായിട്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഡയപ്പറിന്റെ പ്ലാസ്റ്റിക് അതായത് ഇലാസ്റ്റിക് ഉള്ള പോർഷൻസ് ഒരുപാട് ടൈറ്റ് ആയിട്ട് വെക്കാതിരിക്കുക. അതുപോലെ ഓവർ ഇത് അവരെ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന അവസരത്തിൽ ഇത് യൂസ് ചെയ്യാതിരിക്കാൻ പുറത്തെങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ നമുക്ക് അതുപോലുള്ള ഡിസ്കംഫർട്ട് ഉള്ള സമയത്തോ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറ്റണം. പിന്നെ നമ്മളും ഓരോ തവണ ഡയപ്പർ അവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ ചൂടുവെള്ളത്തിൽ നല്ല സോപ്പിട്ട് നമ്മുടെ കൈയും വാഷ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഈ തരത്തിലൊക്കെ ഇൻഫെക്ഷൻ വീണ്ടും വിടും. അതും കൊച്ചു കുട്ടികളാകുമ്പോൾ ഡെലിക്കേറ്റഡ് ആണ് അവരുടെ സ്കിന്ന്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്കൊരു ഇൻഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇതിന് ഈ ഡയപ്പർ റാഷിന് ക്രോട്ടം ടെക്ലിനം ആ ഒരു മെഡിസിന് വളരെ ഇന്റൻസ് ഇച്ചിങ് ആയിരിക്കും. അതുപോലെ പസ്റ്റുലാർ ഇറപ്ഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു മെഡിസിന്റെ സിംറ്റത്തിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രത്യേകം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡാർക്ക് ഓറഞ്ച് കളേർഡ് യൂറിൻ ആയിരിക്കും ക്രോട്ടൻ ടെക്ലിനത്തിന് പറയുന്നത്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. എന്നാലും ഈ ഒരു മെഡിസിൻ സാധാരണമായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് പോകാത്തതാണ്. പക്ഷേ ഡയപ്പർ റാഷിന് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈ ക്രോട്ടൻ ടെക്ലിനം എന്ന് പറയുന്നത്. അതുപോലെ മെർക്സോൾ ഉണ്ട്. മെർക്സോളിന് കോൺസ്റ്റന്റ്ലി മോയിസ്റ്റ് സ്കിന്നാണല്ലോ. ചില അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ ഡ്രൈ ആയിട്ട് അതിന്റെ സ്കിന്ന് മെർക്സോളിന്റെ സ്കിൻ ഇരിക്കുന്നത്, എസ്പെഷ്യലി ദ ഫീവറിഷ് കണ്ടീഷനിൽ. അപ്പൊ ആ മോയിസ്റ്റ് സ്കിന്നിൽ എപ്പോഴും കോൾഡ് ക്ലാമി സ്വെറ്റ് ലെഗ്സിലും ഒക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് നൈറ്റ് അവേഴ്സിൽ. അപ്പം ആ നൈറ്റ് അവർ ഒരു ഫുൾ നൈറ്റ് ഫുള്ള് നമ്മൾ ഈ ഡയപ്പറൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫെക്ഷന് ഈ മെർക്സോൾ വളരെ നല്ലതാണ്. പക്ഷെ സ്റ്റൂളിന് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടായിരിക്കും. സ്ലൈമി സ്റ്റൂളോ ഗ്രീനിഷ് കളറിലോ അങ്ങനെയൊക്കെ ആകുന്ന സിംറ്റംസ് നമുക്ക് മെർക്സോളിനകത്ത് കാണാൻ സാധിക്കും. റെക്സ്റ്റോസ് നല്ലൊരു മെഡിസിനാണ്. അതിന് റെഡ് സ്വൊള്ളൻ ഇച്ചി സ്കിൻ, നല്ല ചൊറിച്ചിലായിരിക്കും റെക്സ്റ്റോസ് ഉണ്ടാകുന്നത്. എസ്പെഷ്യലി അതും നൈറ്റ് അവേഴ്സിൽ അതിന്റെ ചൊറിച്ചിൽ കൂടുതലായിട്ട് വരും. ഡാർക്ക് കളേർഡ് യൂറിന് ഒക്കെ റെക്സ്റ്റോസിന്റെ കേസിലും വരാം. എല്ലാവർക്കും എല്ലാ സിംറ്റംസും കിട്ടണമെന്നില്ല. എന്നാലും റെഡ് സ്വൊള്ളൻ ഇച്ചി സ്കിൻ ആയിരിക്കാം കൂടുതലും ഈ റെക്സ്റ്റോസിൽ കാണുന്നത്. സൾഫർ ഫ്രീക്വന്റ് യൂറിനേഷൻ എസ്പെഷ്യലി അറ്റ് നൈറ്റ് അവേഴ്സിൽ കാണുന്നതും റെഡ്നെസ്സും സൾഫറിന്റെ സ്കിൻ ഇറപ്ഷൻസിനൊക്കെ തന്നെ നമുക്കറിയാം ഇച്ചിങ്ങും അതിന്റെ റെഡ്നെസ് വളരെയധികം നല്ല റെഡ് ആയിരിക്കും റാഷസിന് ഉണ്ടായിരിക്കുന്നത്. ഗ്രാഫൈറ്റിസ് ഉണ്ട്. ഗ്രാഫൈറ്റിസ് വരുമ്പോഴത്തേന് സ്കെയിൽസ് കൂടുതലായിട്ടുണ്ടാകും.
റെഡ് കളർ ഉണ്ടാകാം, ഡ്രൈ ക്രാക്ക്ഡ് സ്കിന്നായിട്ട്. ഗ്രാഫൈറ്റീസിന് എപ്പോഴും ഡ്രൈ സ്കിൻ, ക്രാക്ക്ഡ് ആയിട്ടുള്ള സ്കിന്നാണ് കൂടുതലും കാണുന്നത്. സ്കെയിൽസും ഉണ്ടാകും, ഇച്ചിങ്ങും ഉണ്ടായിരിക്കും. മെഡോറിന ഉണ്ട്. മെഡോറിനത്തിന്റെ കുട്ടികൾ എപ്പോഴും തന്നെ ഓവർ സെൻസിറ്റീവ് ആയിരിക്കും. കുഞ്ഞുങ്ങൾ എപ്പോഴും കരയുകയും ഇമോഷണലി അവർ വളരെ വീക്കായിട്ടുള്ള കുട്ടികളായിരിക്കും. ബ്ലഡ് നല്ല ഷൈനി പെയിൻഫുൾ ആയിട്ടുള്ള ഒന്ന് ടച്ച് ചെയ്താൽ പോലും മതി അവർക്ക്. അത് പെയിൻ കൊണ്ടാണ്, അതുകൊണ്ടാണ്. അതുപോലെ ഗാന്ധാരീസ് ഉണ്ട്, നല്ല ബീഫി റെഡ് സ്റ്റൈലി റെഡ് കളറിലുള്ള റാഷസ് ആണ്. പെയിൻഫുൾ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് നമുക്കറിയാം, ഗാന്ധാരീസിന് കൂടുതലും ബേണിംഗ് ആണല്ലോ. ബേണിങ്ങിൽ നിന്ന് വരുന്ന ബ്ലിസ്റ്റേഴ്സ് പോലെ തന്നെ നമുക്ക് അത് ചെറിയ ബ്ലിസ്റ്റേഴ്സ് ആകാം, ചിലത് കുറച്ച് വലുതാകാം. അത് ഈ ഒരു ഡയപ്പർ റാഷ് കാണുന്ന ഒരു ഗാന്ധാരീസിൽ വരുന്ന സിംറ്റംസ് ആണത്. ഹെപ്പാർ സൾഫ് ഉണ്ട്, അവരും സെൻസിറ്റീവ് ആണ്, ടെൻഡർ സ്കിൻ ആയിരിക്കും. വാമായിട്ടിരിക്കാൻ ഹെപ്പാർ സൾഫിന് എപ്പോഴും ചൂട് വേണമല്ലോ. അപ്പം അവർക്ക് ഡ്രസ്സ് അങ്ങ് മാറ്റുന്ന അവസരത്തിലൊക്കെ അതിന് വളരെ ഇറിറ്റേഷൻ ആയിരിക്കും. ചൂടുവെള്ളം യൂസ് ചെയ്യാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നവരായിരിക്കും. ഹെപ്പാർ സൾഫിനും ഇതേ റാഷസ് തന്നെ, ചെറിയ 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 റാഷസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇച്ചിങ്ങും ഉണ്ടായിരിക്കും. പെട്രോളിയം ഉണ്ട്, അതും പെട്രോളിയത്തിന് ഈ ക്രാക്ക് ഗ്രാഫൈറ്റിസിനും പെട്രോളിയത്തിനും സ്കെയിൽസ് കൂടുതൽ ഉണ്ടായിരിക്കും. അവിടൊക്കെ പൊട്ടല് കാണുന്ന ഒരു സിംറ്റംസ് ആണ് ഇതിന് രണ്ടിനും കാണിക്കുന്നത്. ചെറുതായിട്ട് ബ്ലീഡിങ്ങും ഉണ്ടായിരിക്കും. സൈലീഷ്യ ഉണ്ട്, പക്ഷെ സെപ്പറേറ്റ് മിക്കവാറും പസി ഫോമിലുള്ള ചെറിയ ചെറിയ റാഷസ് ആണ് സൈലീഷ്യയ്ക്ക് കാണുന്നത്. ഇതെല്ലാം തന്നെ ഈ ഡയപ്പർ ഡെർമറ്റൈറ്റിസ് വരുന്ന മെഡിസിൻസ് സിംറ്റംസ് കാണിക്കുന്ന മെഡിസിൻസ് ആണ് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ബോറാക്സിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ബോറാക്സ് കുട്ടിയും വളരെ സെൻസിറ്റീവ് ആണ്. മിക്കവാറും കരച്ചിൽ കൂടുതലും കാണിക്കുന്ന കുട്ടികളാണ് ഈ ബോറാക്സിലുള്ളത്. ഇനി കുഞ്ഞുങ്ങളുടെ കേസിൽ ഞാൻ ഓറൽ ത്രഷിന്റെ കാര്യം പറഞ്ഞല്ലോ. അവർക്ക് അഡൽട്സിനേക്കാളും കൂടുതൽ വായിലെ മ്യൂക്കസ് മെമ്പറൈനിലെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതൽ കാണിക്കുന്നത് കുട്ടികളിലാണ്. അടുത്തത് ഈ ഏനൽ പ്രോറൈറ്റിസ് പറഞ്ഞ പോലെ തന്നെ വജൈനൽ, അതായത് കാൻഡിഡിയോസിസ്. അതില് ഇതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വളരെയധികം റെഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ ഹോർമോൺ ചേഞ്ചസിൽ, അതായത് കൂടുതലും നമുക്ക് പോസ്റ്റ് മെനപ്പോസൽ ടൈമിൽ അല്ലെങ്കിൽ മെനപ്പോസലിന്റെ ടൈമിൽ കൂടുതലായിട്ട് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണും. ഡയബറ്റസ് ഉള്ള ആൾക്കാരിൽ കൂടുതൽ കാണാം, പ്രഗ്നന്റ് ലേഡീസിൽ കാണാം. ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ഒരു വജൈനൽ ഇച്ചിങ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ നമുക്ക് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന സിംറ്റംസ് വജൈനൽ ഇച്ചിങ്, ഇന്റർകോഴ്സിന്റെ ടൈമിൽ പെയിൻ ഉണ്ടായിരിക്കും, യൂറിൻ പാസ് ചെയ്യുന്ന അവസരത്തിലും പെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാകും എന്താണ്, ഏത് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ ആണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിംറ്റംസിൽ പെടുന്ന സിംറ്റംസ് ആണ്, അതിനെ സംബന്ധിക്കുന്ന സിംറ്റംസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇച്ചിങ് ഉണ്ടാകുന്നതും പെയിൻ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജസ് ഉണ്ടാകുന്നതും ഒക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വജൈനയിൽ ഉണ്ടാകുമ്പോൾ വരുന്ന സിംറ്റംസ് ആണ് ഇതൊക്കെ തന്നെ. അതിന് നമുക്ക് കുറച്ച് മെഡിസിൻസ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. എല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗിൽ പെടുന്നതാണെങ്കിലും കാൽക്കേരിയ കാർബില് അത് ബേണിങ്ങും ഇച്ചിങ്ങും ബിഫോർ ആൻഡ് ആഫ്റ്റർ, ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പീരിയഡ്സ്, മെൻസ്ട്രൽ പീരിയഡ്സിന്റെ കഴിഞ്ഞ് ബിഫോറും ആഫ്റ്ററും നമുക്ക് നന്നായിട്ട് ഇച്ചിങ് ആ ഒരു സിംറ്റം കാണിക്കുന്ന മെഡിസിനാണ് കാൽക്കേരിയ കാർബ്. അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജ് എപ്പോഴും തന്നെ മിൽക്കി ആൻഡ് ആക്രിഡ്, സംടൈംസ് തിക്ക് യെല്ലോ ആയിട്ടും കാണാം. പക്ഷേ ഈ പേഷ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ചില്ലി ആൻഡ് സ്റ്റൗട്ട് പേഷ്യൻസ് ആയിരിക്കും. അവർക്ക് ക്രേവിങ്സ്, സ്വീറ്റ്സിനോടുള്ള കൂടുതൽ ക്രേവിങ്സ് കാണാം.
അതുപോലെ തന്നെ ഈസിലി ടയേർഡായിട്ട് വണ്ണം കൊണ്ടുള്ള ഇതായിരിക്കാം, പെട്ടെന്ന് തന്നെ അതുങ്ങൾ ടയേർഡായി പോകും. എന്തെങ്കിലും ചെറിയൊരു വർക്ക് ചെയ്താൽ പോലും അവർക്ക് ആ ഒരു ടയേർഡായി പോകുന്ന ഒരു നേച്ചറാണ് കാൽക്കേരിയ കാർബിന് കാണുന്നത്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബേണിങ്ങും ഇച്ചിങ്ങും ബിഫോറും ആഫ്റ്ററും മെൻസ്ട്രൽ പീരീഡ്സിൽ നമുക്ക് കാണാനായിട്ട് ഈ കാൽക്കേരിയ കാർബിൽ സാധിക്കും. ക്രിയോസോട്ടം വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ നാൾ പീരീഡ്സ് ആകാതിരുന്ന ഫസ്റ്റ് ടൈം പിന്നെ പീരീഡ്സ് ആകുന്നവർക്ക് വളരെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ക്രിയോസോട്ടം എന്ന് പറയുന്നത്. അത് വാട്ടറി തിന്നായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജസ് ആയിരിക്കും ഉണ്ടാകുന്നത്. വജൈനൽ പെയിനും ഉണ്ടായിരിക്കും. വളരെ അൺപ്ലസന്റ് സ്മെല്ലുള്ള തിൻ ഡിസ്ചാർജസ് ആയിരിക്കും ക്രിയോസോട്ടത്തിനുള്ളത്. അതിന് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അതുപോലെ ആക്രിഡ് ഡിസ്ചാർജ് ആയതുകൊണ്ട് സ്വെല്ല് ചെയ്ത് നിൽക്കാൻ വജൈനൽ ഓറിഫൈസ് സ്വെല്ലിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മെൻസ്ട്രൽ പീരീഡ്സിന് തൊട്ട് മുമ്പ് ഈ സിംറ്റംസ്, അതായത് ഈ ഡിസ്ചാർജും ഈ ഇച്ചിങ്ങും വളരെയധികം കൂടുതലായിട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ പീരീഡിലും ക്രിയോസോട്ടം ഒരു ഫീമെയിൽസിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. എസ്പെഷ്യലി അവരുടെ പീരീഡ്സിന്റെ, അതായത് മെൻസ്ട്രൽ കംപ്ലൈൻസിലെ വളരെ ഒരുപാട് പേർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന സിംറ്റംസ് ഉള്ള ഒരു മെഡിസിനാണ് ക്രിയോസോട്ടം. നേട്രമോറിന്റെ ഡിസ്ചാർജ് എപ്പോഴും എഗ് വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. സോറി. നേട്രമോറിന് നമുക്ക് പിന്നെ അറിയാം, ഇമോഷണലി പെട്ടെന്ന് തന്നെയാണ് അവരുടെ മെന്റൽ കംപ്ലൈൻസ് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ക്രേവിങ്, സോൾട്ടിനോടുള്ള ക്രേവിങ് നമുക്ക് വളരെ പെട്ടെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയും. കോമൺ ആയിട്ട് മറ്റുള്ള സിംറ്റംസ് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ സോൾട്ടിനോടുള്ള ക്രേവിങ്. ഇവരുടെ ആ ഡിസ്ചാർജിന്റെ പ്രത്യേകത വളരെ ഇച്ചിങ്ങും ഉണ്ടായിരിക്കും. എഗ് വൈറ്റ് പോലുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഇതിനുണ്ടാകുന്നത്. ഫംഗൽ ഇൻഫെക്ഷനിൽ കൂടെ ഉണ്ടാകുന്ന ഡിസ്ചാർജും അതിന്റെ കംപ്ലൈൻസും ആണ് ഇപ്പൊ നേട്രമോറിനോട് പറഞ്ഞ ഈ കംപ്ലൈൻസ് എല്ലാം തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷനോട് ചേർന്നുള്ള കംപ്ലൈൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ തന്നെ സെപ്റ്റിയ, ഞാൻ നേരത്തെ പറഞ്ഞത് ഫംഗൽ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സെപ്റ്റിയ, അത് ഏത് പോർഷനിലും, ബോഡി പോർഷനിലും, മ്യൂക്കസ് മെമ്പറിനായിക്കോട്ടെ, എക്സ്റ്റേണൽ നമുക്ക് എപ്പിഡെർമിസിൽ ഏറ്റവും തൊലിപ്പുറത്തായിക്കോട്ടെ, എവിടെ ആണെങ്കിലും ചിന്തിക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് സെപ്റ്റിയ എന്ന് പറയുന്നത്. ഇതിന്റെ പക്ഷെ ഡിസ്ചാർജ് എപ്പോഴും യെല്ലോ ആയിരിക്കും. വളരെ ഇച്ചിങ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പറയുമല്ലോ സെക്കൻഡ് ആൻഡ് തേർഡ് ഇൻഫെക്ഷൻ എന്നുള്ള സ്റ്റേജ് വരുമ്പോഴാണ് സെപ്റ്റിയ, അതുപോലെ തന്നെ ക്രിയോസോട്ടും അങ്ങനെ തന്നെ പെടുന്നതാണ്. കാലിബൈക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഡിസ്ചാർജ് എപ്പോഴും തന്നെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഡിസ്ചാർജ് ആണ് ഇവരിലൊക്കെ തന്നെ കാണുന്നത്. പെൽവിക് റീജിയൻ ഇവർക്ക് എപ്പോഴും സെപ്റ്റിയയ്ക്ക് വളരെ വീക്കായിരിക്കും. നമ്മൾ പറയുമല്ലോ ഒരു കാലിന്റെ പുറത്ത് എപ്പോഴും ഒരു കാലം എടുത്തു വെച്ചിരിക്കുന്ന ഒരവസ്ഥ, അവർക്ക് വീക്ക്നെസ് എപ്പോഴും ആ പെൽവിക് റീജിയനിൽ ഉണ്ടായിരിക്കും. നല്ല ഇച്ചിങ്ങും ഉണ്ടായിരിക്കും. അതാണ് സെപ്റ്റിയയ്ക്ക് കാണുന്ന സിംറ്റംസ്. ഈവൻ ബോറാക്സ് ആണെങ്കിലും ഈ ഒരു ഇത് കാൻഡിഡിയാസിസിൽ, അതായത് വജൈനൽ ഇച്ചിങ്ങിൽ, ഫംഗൽ ഇൻഫെക്ഷനിൽ കാണുന്ന ഒരു കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് ബോറാക്സ് എന്ന് പറയുന്നത്. അതിനും എഗ് വൈറ്റ് ഡിസ്ചാർജ്, അതായത് നേട്രമോറിന്റെ പോലെ തന്നെ ഡിസ്ചാർജും ഫീലിംഗ് എപ്പോഴും വാം വാട്ടർ നമ്മൾ വിചാരിക്കും യൂറിൻ പാസ് ചെയ്ത് പോവുകയാണോ എന്ന്. അതുപോലുള്ള വജൈനൽ ഡിസ്ചാർജ് ആണ് ബോറാക്സിന് ഉണ്ടാകുന്നത്. വളരെ നെർവസും സെൻസിറ്റീവും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ബോറാക്സിന്റെ ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളുടെ ആ ഓറൽ ത്രഷിന്റെ കാര്യം പറഞ്ഞപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കും കുഞ്ഞുങ്ങൾ, പെട്ടെന്നാണ്. അതുപോലെ ഡയപ്പർ റാഷസിലും ഇതെല്ലാം ബോറാക്സിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു മെഡിസിനാണ്. കാലിബൈക്കിന് അതുപോലെ തന്നെ, ഞാൻ സെപ്റ്റിയയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ക്രിയോസോട്ടത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ യെല്ലോ ടെനേഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് കാലിബൈക്കിന് വരുന്നത്. ബേണിങ് സെൻസേഷനും ഉണ്ട്, ഇച്ചിങ്ങും ഉണ്ടായിരിക്കും. മോർണിംഗിലെ സിംറ്റംസ് ഒക്കെ വളരെ വേഴ്സ് ആയിട്ട് മാറും കാലിബൈക്രോമിക്കത്തിന്റെ. ഇതും വളരെ നല്ല ഒരു മെഡിസിനാണ്. പ്രത്യേകിച്ച് ഫീമെയിൽ കംപ്ലൈൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ്.
പൾസാറ്റില ഉണ്ട്. പൾസാറ്റിലെ നമുക്ക് മറക്കാനേ പറ്റത്തില്ല, മറന്നു പോകാനേ പറ്റത്തില്ലല്ലോ. മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു മെഡിസിൻ ആണല്ലോ. കാരണം ഫീമെയിൽ കംപ്ലൈൻസ് പറയുമ്പോൾ പൾസാറ്റില ഇല്ലാതെ എന്താണ് ഒരു ഫീമെയിൽ കംപ്ലൈന്റ്? അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത, പൾസാറ്റില പേഷ്യന്റ് അല്ലേ എപ്പോഴും തന്നെ സിംറ്റംസ് അവർക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ജസ്റ്റ് ലൈക്ക് ആൻ ഏപ്രിൽ ഡേ. അപ്പൊ എപ്പോഴാ മഴ വരുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാ ചൂട് വരുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ്. ചിലപ്പം യെല്ലോ ക്രീമി ഡിസ്ചാർജ് ആയിരിക്കാം, ചിലപ്പോൾ ബ്ലാൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ്, ചിലപ്പോൾ വൈറ്റിഷ് ആയിരിക്കാം. അത് ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിന് നല്ല ഇച്ചിങ്ങും ബേണിംഗ് സെൻസേഷനും ഉണ്ടായിരിക്കും. ഇതിന്റെ അകത്ത് പിന്നെ മെന്റൽ കംപ്ലൈൻസ് വളരെ പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. വളരെ മൂടി, ടിയർഫുൾ ആയിരിക്കും, വളരെ ഒരുപാട് അഫക്ഷനുള്ള, അറ്റൻഷൻ കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. ഇതും പ്രഗ്നൻസി ടൈമിൽ ഉള്ള ഈ ഒരു വജൈനൽ ഇൻഫെക്ഷന് വളരെയധികം നമുക്ക് ഉപകാരപ്രദമായ ഒരു മെഡിസിനാണ് പൾസാറ്റില എന്ന് പറയുന്നത്. സൾഫർ വേണമെങ്കിൽ കൊടുക്കാം. സൾഫറിനും ഇതുപോലെ തന്നെ യെല്ലോ ഡിസ്ചാർജ് ആണ്, ഒഫൻസീവ് ആയിരിക്കും. ഗ്രേറ്റ് ബേണിംഗ് ആൻഡ് ഇച്ചിങ്. സൾഫറിന്റെ കേസിലായപ്പോൾ വലിയ ഇച്ചിങ്ങിനേക്കാളും കൂടുതൽ അവർക്ക് പുകച്ചിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വാമത്തിലൊക്കെ ഈ കംപ്ലൈൻസ് വളരെയധികം ബാത്ത് ചെയ്യുന്ന അവസരത്തിലൊക്കെ വളരെയധികം കൂടുതലായിട്ട്, കാരണം അതിന്റെ അഗ്രവേഷന്, സൾഫറിന്റെ അഗ്രവേഷന് ഇതൊക്കെയാണ് വാംത്ത് ഓഫ് ദ ബെഡ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ബാത്തിങ് ഈ സമയത്തൊക്കെ അതിനെ അഗ്രവേറ്റ് ചെയ്യും. സൾഫറും വളരെ നല്ലൊരു മെഡിസിനാണ് ഈ ഒരു വജൈനൽ ഇച്ചിങ്ങിന്, അതായത് ഫംഗൽ ഇൻഫെക്ഷന് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ്. ബാക്കി ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഞാൻ വളരെ കുറച്ചെണ്ണത്തിന്റെ മാത്രമേ സിംറ്റംസ് ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഫംഗൽ ഇൻഫെക്ഷനെ ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത കുറെ മെഡിസിനകത്ത് പെടുന്ന കാര്യങ്ങളാണ്. ഒന്ന് സെപ്പിയായും, ഒന്ന് ടൂജ, ബോറാക്സ്. ബോറാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് മ്യൂക്കസ് മെമ്പറിൽ ഉണ്ടാകുന്നത്. കുട്ടികളും കൂടെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിനായിട്ട് കാണുന്നുണ്ട്. ബാക്കി ഉള്ളത് ഒന്നുകൂടെ പറയാനുള്ളത്, റെക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആയതുകൊണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതായതുകൊണ്ട് എപ്പോഴും തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പേഷ്യൻസ് ഒന്ന് കുറഞ്ഞു പോയി അവർ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനും നമ്മുടെ ആ പേര് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം. ഇതിന്റെ കേസിൽ എപ്പോഴും തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുത്ത് അവരെ കംപ്ലീറ്റ് ക്യൂർ ആക്കാൻ എപ്പോഴും തന്നെ ശ്രദ്ധിച്ചോളണം. 9:44 ആയിട്ടുണ്ട്. കഴിഞ്ഞോ? കൂടുതൽ ഡിസ്കഷന്, കൂടുതലായിട്ടുള്ള മെഡിസിൻസിന്റെ കാര്യം പറയാനും ഡോക്ടേഴ്സ് എല്ലാം ഒന്ന് വന്നാൽ വളരെ സന്തോഷമായിരിക്കും. ഡോക്ടറെ എല്ലാവർക്കും സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു, വളരെ വേഗത്തിൽ ഉള്ള ഒരു സെഷൻ ആയിരുന്നു. മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഹാൻഡ് റൈസ് ചെയ്യുന്ന മുറയ്ക്ക് രാജേശ്വരി ഡോക്ടർ വിളിക്കുന്നതായിരിക്കും. പ്രീത ഡോക്ടറെ, എനിക്ക് ഒരു സംശയമുള്ളത്, നമ്മൾ ഈ ഫംഗൽ ഇൻഫെക്ഷനും ടീനിയയും ഒന്ന് തന്നെയാണോ? നമുക്ക് ഒരു സിംറ്റംസ്, ഹോമിയോപ്പതിക്കാരാകുമ്പോൾ നമ്മൾ സിംറ്റമാറ്റിക്കലി ആണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. പതോളജിക്കൽ വേയിൽ നമ്മൾ കൂടുതലായിട്ട് പോകാറില്ല. പക്ഷെ അറിയണം നമ്മൾ പതോളജി എന്താണെന്നുള്ളത്. അപ്പൊ ആ സിംറ്റംസ് വരുമ്പോ ഏകദേശം ഈ രണ്ട് ഡിസീസിലും സിമിലർ ആയിട്ടുള്ള ഒരുപാട് സിംറ്റംസും വരുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫംഗസും ടീനിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നല്ല അത്. പക്ഷെ സിംറ്റമാറ്റിക്കലി വരുമ്പോ രണ്ടെണ്ണത്തിനും കൊടുക്കുന്ന മെഡിസിൻസ് ചിലപ്പോൾ സെയിം ആയിരിക്കാം. അതെ, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ഇത് ഫംഗസ് ഇൻഫെക്ഷൻ ആണോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫംഗസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു മോയിസ്റ്റ് ആയിട്ടും, ടീനി ആണെങ്കിൽ സ്കെയിലി പാച്ചസ് ആയിട്ടും കൂടുതൽ കാണാവുന്നുള്ളതും, ടീനിയ കൂടുതൽ ഇൻഫെക്ഷ്യസ്, അതെ, ടീനിയ കൂടുതൽ ഇൻഫെക്ഷ്യസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഫംഗസിന്റെ കേസിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഒരു മോയിസ്റ്റ് എന്നുള്ള ഒരു സംഭവം, മോയിസ്റ്റർ ഉള്ളിടത്തോടാണ് ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒരു ചെടിക്ക് വളരാൻ തക്ക രീതിയിലുള്ള സാഹചര്യം ഉള്ളിടത്ത് ഫംഗസ് വളരെ സ്പീഡി ആയിരിക്കും അതിന്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്.
അതേസമയം ഡ്രൈനെസ് കൂടുതലായിട്ട് നമുക്ക് മറ്റേ കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അതുപോലെ ഫംഗസിൽ തന്നെ 1-2 കേസ് മാത്രമേ ഉള്ളൂ ഒരു ഡ്രൈനെസ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം മോയിസ്റ്റ് ഇറപ്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. അതെ അതെ അതുപോലെ തന്നെ പെട്ടെന്ന് കുറച്ചുകൂടെ ഇൻഫെക്ഷ്യസും ആണ്. അതെ ടീനിയ അതെ ഇൻഫെക്ഷ്യസും ആണ്. അതെ. IFPH ടെക്ക് അനിൽകുമാർ ഡോക്ടറാണോ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? ഹലോ, അനിൽകുമാർ ഡോക്ടറാണോ? IFPH ടെക്ക് എന്ന് പറഞ്ഞ് ആരാ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? അല്ല ഞാൻ ഹാൻഡ് പിന്നെ റൈസ് ആരാ? ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ ഹാൻഡ് റൈസ് ചെയ്ത് അല്ല, സാറിന് തന്നെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന അറിയാതെ വന്നതായിരിക്കും എന്നാ. അത് അറിയാതെ വന്നതാ. ശരി, ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും അഭിപ്രായങ്ങളോ അവരവരുടെ എക്സ്പീരിയൻസോ പറയാനുണ്ടെങ്കിൽ പറയാം. പ്രീത ഡോക്ടർ, എനിക്ക് തോന്നി ബാസിലിനം ഒക്കെ നല്ല മെഡിസിൻ അല്ലേ? ബാസിലിനം നമുക്ക് കൊടുക്കാം. ബാസിലിനം നമ്പർ 1 മെഡിസിൻ ആണ്. പ്രത്യേകിച്ച് റിംഗ് വേമിന്റെ ഇൻഫെക്ഷന്റെ കേസില് ബാസിലിനം തന്നെയല്ല, എവിടെങ്കിലും നമ്മളുടെ ആ ഒരു ഡ്രഗ്സ് കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് പെട്ടെന്നുള്ള ആ ഒരു ഫലം, അതായത് ആ ക്യൂർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇന്റർചേഞ്ച് ആയിട്ട് കൊടുക്കുന്ന മെഡിസിനിലെ നമ്പർ 1 ആണ് ബാസിലിനം എന്ന് പറയുന്നത്. സെപ്റ്റിയ ആൻഡ് ബാസിലിന. ഇത് രണ്ടും കൊടുക്കുന്ന രണ്ടിലെ ഞാൻ പറഞ്ഞില്ല, ബാസിലിനത്തിനാണ് കുറച്ചുകൂടെ ആ ഒരു എവിടെങ്കിലും സ്റ്റക്ക് ആയിട്ടൊന്ന് ആ ക്യൂറിങ് റേറ്റ് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാസിലിന് ഒരു ഡോസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ക്യൂർ നമ്മുടെ കയ്യിൽ കിട്ടും. അതെ അതെ. അതുപോലെ തന്നെ കുറച്ച് പ്രോട്ടോകോൾസ് പോലെ ഡോക്ടർ ഇങ്ങനെ സോപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് പറയാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹൈജീനിക് മെഷേഴ്സ് അതിനെക്കുറിച്ച് തന്നെ ഒരു ക്ലാസ് അവർക്ക് എടുത്തു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് പറയും ഈ വെറ്റായിട്ടിരിക്കുന്ന പോർഷൻസ് ഡ്രൈ ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുക. അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ആണെങ്കിൽ വളരെ കൂടുതൽ കാലം 2-3 മാസം തന്നെ ഒരു അണ്ടർ ഗാർമെന്റ് യൂസ് ചെയ്യാവുള്ളൂ. അത് ചേഞ്ച് ചെയ്യണം, അത് കളയുക തന്നെ വേണം. പഴയത് വീണ്ടും എടുത്ത് റീയൂസ് ചെയ്യരുത്. പിന്നെ സോപ്പ് അതുപോലെ തന്നെ അധികം യൂസ് ചെയ്യാതിരി. പക്ഷേ മുടിയുടെ ഒക്കെ കേസില് ആ ഒരു എണ്ണയും ഈ ഒരു മോയ്സ്ചറും ഞാൻ പറഞ്ഞല്ലോ, ആ വെള്ളവും എല്ലാം കൂടെ കുഴഞ്ഞിരുന്നിട്ട് കൂടുതലായിട്ട് ആ സ്പോറുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുടി ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഒന്നീ ലൈറ്റ് സോപ്പ് ഉപയോഗിക്കുക. മറ്റുള്ളിടത്ത് സോപ്പ് കൂടുതൽ, അതായത് പ്രത്യേകിച്ച് ഹാർഡായിട്ടുള്ള സോപ്പ്, ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത് കെമിക്കൽസ് കൂടുതലുള്ള സോപ്പ് യൂസ് ചെയ്യുകയേ ചെയ്യരുത്. വളരെ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പ്രത്യേകം ഒരു ഗ്ലിസറിൻ കണ്ടന്റ് ഗ്ലിസറിൻ കൂടുതലുള്ള സോപ്പ് യൂസ് ചെയ്യാം. അതുപോലെ ക്ലോത്തിന്റെ കാര്യത്തിനും അത് നനഞ്ഞ ക്ലോത്ത് യൂസ് ചെയ്യാതിരിക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് സൂര്യപ്രകാശത്തിലിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ ക്ലോത്ത് യൂസ് ചെയ്യുക. അതുപോലെ ഒരുപാട് പഴകിയ ക്ലോത്തുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ ടവല്, സോപ്പ്, ചീപ്പ് ഇതൊക്കെ അവരവർ തന്നെ യൂസ് ചെയ്യുക. മറ്റുള്ളവരുടെ ഇൻഫെക്ഷൻ മറ്റുള്ളവരിലോട്ട് പകരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് ഒരർത്ഥത്തിൽ വളരെ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് അല്ലേ ഡോക്ടർ? അതെ 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 അതെ, തീർച്ചയായിട്ടും. അതും ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളിലാണെങ്കിലും പ്രായമുള്ളവരിലാണെങ്കിലും പെട്ടെന്ന് തന്നെ വരാൻ പറ്റിയ ഒരു ഡിസീസാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇതിന്റെ അളവ് കൂടും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന അവസരത്തിൽ അവരുടെ എത്രമാത്രം ഹൈജീനിക് ആയിട്ടാണ് ഓരോ ഫുഡ് കൊടുക്കുന്നതാണേലും അതുപോലെ തന്നെ മിൽക്ക് കൊടുത്ത് ഫീഡ് ചെയ്തതിന് ശേഷമാണെങ്കിലും അത് ഞാൻ പറഞ്ഞല്ലോ, കോർണേഴ്സ് ഓഫ് മൗത്ത് എപ്പോഴും തന്നെ മൗത്തിന്റെ അവിടെ വൃത്തിയായിട്ട് കഴുകി അത് ഡ്രൈ ആക്കി വെക്കാൻ, സ്കിന്നിന്റെ പുറകെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഡ്രൈ ആക്കി വെക്കാന്. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്നത്, പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ വായ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതെ 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 അതെ, വാ ക്ലീൻ ചെയ്ത് കൊടുക്കണം. എളുപ്പമാണ് ഓറൽ പ്രഷർ ഉണ്ടാകുന്നതും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡയപ്പറിന്റെ കാര്യം പറഞ്ഞല്ലോ, വളരെ ഹൈജീനിക് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. അല്ലെങ്കിൽ എളുപ്പമാണ് ഫംഗസിന്റെ ഇൻഫെക്ഷൻ നമുക്കുണ്ടാകുന്നത്.
അത് എല്ലാ പോർഷനിലും മ്യൂക്കസ് മെമ്പറിലും ഉണ്ടാകാം, സ്കിന്നിന്റെ പുറത്ത് എപ്പിഡെർമിസിൽ ഉണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, തല മുതൽ കാല് വരെ എല്ലാ പോർഷനിലും. നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റിയ, പ്രത്യേകിച്ച് ഡയബറ്റിസിന്റെ കേസിൽ നിസ്സാരമായിട്ട് തള്ളിക്കളയാനേ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലേ, സാരമില്ല. പക്ഷെ വളരെ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് ഡയബറ്റിസ് പേഷ്യൻസിൽ. അവർക്ക് ഇമ്മ്യൂണിറ്റി അവർക്ക് വളരെയധികം കുറവായിരിക്കും, പോർ സർക്കുലേഷനും ആയിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് അവർക്ക് ശ്രദ്ധിക്കേണ്ടത് കാലിലെ വിരലുകളുടെ ഇട വെബ്, രണ്ട് ഫിംഗേഴ്സിന്റെ ഇടയ്ക്ക് ഉള്ള ആ ഒരു പോർഷൻ, അവിടെ ഫംഗസ് ഇൻഫെക്ഷൻ വരാതെ വളരെയധികം കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ഹാഫ് ഷൂവോ അല്ലെങ്കിൽ ഫുൾ ഷൂവോ ഉപയോഗിക്കണം. ഇത് സോക്സുകൾ ഉപയോഗിക്കുക. എപ്പോഴും തന്നെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ വരാനുള്ള എക്സസൈസ് ചെയ്യുക. മസാജ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ ഡയബറ്റിസ് പേഷ്യൻസ് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം. അവർക്ക് വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഫംഗൽ ഇൻഫെക്ഷൻ. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസോ പറയുന്നുണ്ടെങ്കിൽ ദയവായി പറയുക. നാളത്തെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ പ്രീത ഡോക്ടറെ? പറഞ്ഞാട്ടെ. ലോക പുസ്തക ദിനാചരണത്തോടനുബന്ധിച്ച് നാളെ രാത്രി 9 മണി തൊട്ടൊരു പ്രത്യേക സെഷൻ ഉണ്ട്. അതില് ശ്രീ ശിവകുമാർ, ബഹുമാനപ്പെട്ട ഡയറക്ടർ ആകാശവാണി, സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരത്തെ, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പുസ്തകത്തെ കുറിച്ചുള്ള നിരൂപണം നമുക്ക് അറിയാവുന്ന പോലെ ഷീബ രജികുമാർ ഡോക്ടർ ഒരുപാട് ക്ലാസ്സുകൾ നമ്മളുടെ സാഹിത്യത്തെ കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കൊല്ലത്തെ DMO ഡോക്ടർ പ്രദീപ് CS വായനാനുഭവം ഡോക്ടർ വളരെ ഒരു സാഹിത്യകാരനാണ്. പിന്നെ വായനാനുഭവം തന്നെ പങ്കുവെക്കാൻ നന്ദലാൽ R. പിന്നെ നമ്മളുടെ സ്ഥിരം നന്ദി പറയാൻ വേണ്ടിയുണ്ട് ഡോക്ടർ. പിന്നെ മോഡറേറ്റർ മനോജ്, നമ്മുടെ GS മനോജ് ഡോക്ടറാണ് മോഡറേറ്റർ ചെയ്യുന്നത്. സ്വാഗതം പറയുന്നത് നമ്മുടെ ശൈല ഡോക്ടറാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഫംഗ്ഷൻ നാളെ അത് പങ്കെടുക്കണം എന്നും കൂടി പറയുകയാണ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ അവരവരുടെ, ഇപ്പൊ ഇതൊരു നല്ല ഫീൽഡ് ആയതുകൊണ്ട് അവരവരുടെ അനുഭവങ്ങളും കൂടി പറയാവുന്നതാണ്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഡോക്ടർ PK സുരേഷ്, ആരാണ്? ശ്രീധരക്കുറുപ്പ് സാറും ഉണ്ട്. ആരാണ് ആദ്യം പറഞ്ഞത്? ആരാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തെന്ന് ശ്രദ്ധിച്ചില്ല. നമസ്കാരം. നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാനൊരു ഡൗട്ട് കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഈ നമ്മളിപ്പോൾ പറയുന്ന കൂട്ടത്തില് വേസ്റ്റ് ലൈനിൽ ഇങ്ങനെ റിംഗ് വേം ടൈപ്പിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഹെയറി പാർട്ടിക്കിൾ, അതായത് ഹെയറിലും ഹെഡിലും ആക്സിലയിലും ഒക്കെ ഇങ്ങനെ റിംഗ് വേം ടൈപ്പ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഇപ്പം ഡോക്ടർ പറഞ്ഞെങ്കിലും അതിന്റെ മെഡിസിൻ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അതേക്കുറിച്ച് പറഞ്ഞോ എന്നൊരു സംശയം പോലെ, അതൊന്ന് പറയാമോ? അതിനുള്ള മെഡിസിൻ റിംഗ് വേം ഇൻഫെക്ഷന് വളരെ ഫലപ്രദമായിട്ടുള്ള 2 മെഡിസിനാണ്. ഒന്ന് സെപ്പിയായും ഒന്ന് ബാസിലിനും. സെപ്പിയ ഞാൻ പറഞ്ഞില്ല, 1-2 കേസിൽ കണ്ണടച്ചാണെങ്കിലും നമുക്ക് കൊടുക്കാം. അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിനാണ് സെപ്പിയ എന്ന് പറയുന്നത്. ആ സെപ്പിയ കൊടുത്തിട്ട് അതിന്റെ ആക്ഷൻ പെട്ടെന്ന് തന്നെ, ഞാൻ പറഞ്ഞില്ല, എവിടെങ്കിലും ഒന്ന് സ്റ്റക്ക് ആയാൽ അവനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് ബാസിലിന്. അപ്പം ഒന്ന് റേറ്റ് ഇപ്പൊ ഒരു ദിവസം ഫസ്റ്റ് ഡേ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു 3 ഡേയ്സിനോടകം ഒന്ന് അതിന്റെ ഇച്ചിങ്ങും അങ്ങ് കുറഞ്ഞു, അതിന്റെ ആ റെഡ്നെസ്സും അങ്ങ് മാറി വന്നിട്ട് അതേ രീതിയിൽ തന്നെ 2 ഡേയ്സ് കൂടെ കണ്ടിന്യൂ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ബാസിലിനും കൊടുത്ത ഒരു ഡോസ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ, നമുക്കറിയാം കളർ ഡിസ്കളറേഷൻ പോലും മാറി വരുന്നത് കാണാം. അതും വളരെ പെട്ടെന്ന് തന്നെ. സാധാരണ രീതിയിൽ നമ്മൾ പറയും സ്കിൻ ഡിസീസ് ഒക്കെ ഇച്ചിരി സമയമെടുത്തേ മാറത്തുള്ളൂ, പ്രത്യേകിച്ച് സ്കിന്നിന്റെ പുറത്ത്, മുടി, സ്കിന്ന് ഇവിടൊക്കെ ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ എനിക്ക് പല കേസസിലും പെട്ടെന്നാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത് സെപ്പിയ ആൻഡ് ബാസിലിനും കൊടുത്തിട്ട്. ഈ സെപ്പിയയുടെ പൊട്ടൻസി എങ്ങനെയാ ഡോക്ടറെ? പൊട്ടൻസി എങ്ങനെയാ കൊടുക്കുന്നത്? അതിന്റെ ഡോസേജ് എങ്ങനെയാ കൊടുക്കുന്നത്? റെപ്പറ്റീഷൻ കൊടുക്കുന്നത് സെപ്പിയ 200 ആണ്, ടോയ്സ് ഇൻ എ ഡേ, ഡോസ് മോർണിംഗ് ആൻഡ് 1 ഡോസ് നൈറ്റ് അവേഴ്സില്. അത് 1 വീക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇൻ ബിറ്റ്വീൻ ഒരു 4-5 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്, അല്ലെങ്കിൽ ആദ്യം കുറച്ച് പെട്ടെന്നൊന്ന് നിന്നിട്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ പോയാൽ പെട്ടെന്ന് തന്നെ ബാസിലിനും സിംഗിൾ ഡോസ് കൊടുത്താൽ മതി 200. അതിന്റെ ആക്ഷൻ
എന്തോ ഈ സെപ്പിയ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ, അത്ര കണ്ടീഷൻസിൽ? കൊടുക്കാം. ഓക്കെ. എക്സ്റ്റേണൽ എന്തെങ്കിലും വേണോ? ഞാൻ മോസ്റ്റ്ലി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പുറകോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരുപാട് നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനുള്ള മെഡിസിൻസ് ഉണ്ട് താനും. പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സ്കിൻ ഇറപ്ഷനൊക്കെ കൊടുക്കാറുണ്ട്. എക്സ്റ്റേണൽ ഡോക്ടറുടെ അറിവിൽ ഏതാണ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഞാൻ ജനറലി ഈ സ്കിൻ ലീഷൻസ് ഏത് വന്നാലും അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ വെർജിൻ ഓയിൽ അത് ഈ സ്കിന്നിന്റെ ടെക്സ്ചറിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. പ്രത്യേക ഒരു മെഡിക്കേഷൻ ഒന്നും അതിനകത്തില്ല, പക്ഷെ സ്കിന്നിന്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് വെർജിൻ ഓയിൽ, കോക്കനട്ട് വെർജിൻ ഓയിൽ. ഞാൻ പറയാറുണ്ട് കോക്കനട്ട് ഈസ് ദ ബെസ്റ്റ് വൺ. നമ്മള് മറ്റെന്തെങ്കിലും കോക്കനട്ട് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ, പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയില് ഒരുപാട് കാര്യത്തിനും സ്കിന്നിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. പ്രീത ഡോക്ടറെ, അതെ കറക്റ്റ്. പ്രീത ഡോക്ടറെ, നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിനെ വളരെ സ്നേഹത്തോടെ അഭിപ്രായങ്ങൾ പറയാനും അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും വന്നാട്ടെ സാറേ. ശ്രീധരക്കുറുപ്പ് സാർ, സാർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പൊ കേക്കാവോ? കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് സാർ. കേക്കത്തില്ല, ഒട്ടും കേക്കാൻ മേലെ. നോക്കട്ടെ. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നം. പറഞ്ഞോട്ടെ സാർ. റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ നോക്കട്ടെ, കറക്റ്റ് ചെയ്യാം. ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയോ? ഇല്ല സാർ. പിന്നെ നിർത്തിയേക്കാം. കേക്കാൻ മേലെ പറഞ്ഞിട്ട് തന്നെ പ്രയോജനം. കേക്കാവോ? കേൾക്കാമോ? വളരെ ഡിസ്റ്റർബ് ആയിട്ടാ കേൾക്കുന്നത് സാർ. എന്തോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കണം. ക്ലിയർ ആയിട്ട് കേൾക്കാം. ക്ലിയർ ആയിട്ട് കേൾക്കാമെങ്കിൽ പറയാം. പിന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നൈട്രിക് ആസിഡോ ഫോസ്ഫറസോ ആകാം. ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ. അതുപോലെ കുറയാതെ വരുന്ന കേസിൽ സൾഫർ 0/3 കൊടുത്താൽ വളരെ ഇത്. വേണിങ് ഒക്കെ ഉണ്ടെങ്കിൽ സബൈന, വിച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ സബൈനായ ഉണ്ട്. പിന്നെ ഇത് സമ്മറിൽ ഇത് പോയിട്ട് വിന്ററിൽ റീഅപ്പിയർ ചെയ്യുകയാണെങ്കിൽ സോറിനം ഇതിന്റെ മെഡിസിൻ. അതുപോലെ കുറയാതെ ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെ പറയാം. പിന്നെ ഇതൊന്നും കുറയാതെ വന്നാൽ ഞാൻ കൊടുക്കാറുള്ളത് പൂജ വളരെയധികം പ്രയോജനം കണ്ടുകൊണ്ടിട്ടുണ്ട്, എങ്ങും കുറയാതെ വരുന്ന കണ്ടീഷനിൽ. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഹൈജീനെ കുറിച്ചൊക്കെ. പിന്നെ അലൂമിന ഉണ്ട്, അൾസറേഷൻ ഉണ്ട്. ചിലപ്പോൾ ചൊറിഞ്ഞ് അങ്ങ് അൾസർ വരും. തോടയൊക്കെ അങ്ങ് സൈഡൊക്കെ അങ്ങ് പൊട്ടും. ഇത് വന്നിട്ട് കാർത്തിട്ട് ചോർച്ചിൽ വന്നിട്ട് ഒരു സൈസ് വെള്ളം പോലെയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ അലൂമിനായ മെഡിസിൻ. പിന്നെ ആഴ്സനിക് കാർബൺ വേറൊരു മരുന്നാണ്. ചൊറിച്ചിലും ഇച്ചിങ്ങും ഒക്കെ കാണും. രാത്രിയിലായിരിക്കും. രാത്രി കടന്ന് അങ്ങോട്ട് കഴിയുമ്പോൾ പതിയെ ചൊറിച്ചിലും അങ്ങ് കൂടാൻ തുടങ്ങും. പക്ഷേ ചൂടുവെള്ളത്തിൽ കഴിയാൻ നല്ല കുറവാണ്. കൈയുടെ കഷ്ടത്തിലും ഒക്കെയാണ് അത് കൂടുതൽ വരുന്നത്. പിന്നെ ബോറാക്സ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കേറിയ കാർബ് ഒരു നല്ല മെഡിസിനാണ്. അത് കൂടുതലും മണ്ണൊക്കെ തോടയൊക്കെ തന്നെ കൂട്ടി ഉരസുമ്പം കൂടുതൽ അവിടെ അൾസർ വരെ ഉണ്ടാകും. അത് ബിഫോർ മെൻസ്ട്രേഷൻ ആണ് അതിൻ്റെ കൂടുതൽ വരുന്നത്. പിന്നെ ഇച്ചിനേഷ്യ ഒരു നല്ല അതിൻ്റെ ആൻറ്റി ഫംഗൽ ആൻറ്റിബയോട്ടിക് ഉണ്ട്. അതിൻ്റെ ഓയിൻമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് വെളിച്ചെണ്ണ ചേർത്ത് പുരട്ടാം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, ഇതുള്ളവർ ഹിപ്പ് ബാത്ത് ചെയ്യുന്ന നല്ലതായിരിക്കും. കലണ്ടുടായും ഹൈഡ്രാസിസും ഇച്ചിനേഷ്യായും കൂടെ ഓരോ സ്പൂൺ വെച്ചിട്ട് ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ പൊള്ളരുത്. ഈ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊള്ളാനുള്ള, ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊള്ളാനുള്ള സാഹചര്യമുണ്ട്. അത് 1-2 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനും പാടില്ല. കടഞ്ഞും വേറെ കൂട്ടണം. പിന്നെ ഡാക്കസിസ്, കറുത്ത് ഇങ്ങനെ കിടക്കും. ചിലപ്പം ചെവിയുടെ പുറകിലെ കക്ഷത്തിലെ
ഈ അങ്ങനെയുള്ളിടത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജോയിൻസ് ഒക്കെ മടക്കുകളിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഈ മാമറി ഗ്ലാൻഡിന്റെ അടിയിൽ ഫോൾഡിലും ഒക്കെ വരും. അതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ലൈക്കോപോഡിയം കയ്യിലും കാലിലും ഒക്കെ ഉണ്ട്. സ്കിന്ന് ഡ്രൈ ആയിരിക്കും, ഫിഷർ കാണും, ഇച്ചിങ് കാണും, അതൊക്കെ. പിന്നെ മാൻസില എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ഡെർമറ്റൈറ്റിസ് കൂടെ ഒരുമാതിരി ഒട്ടുന്ന ഇതായിരിക്കും, അതിന് വളരെ നല്ലതാണ്. ഫിഷർസ് കാണും. പിന്നെ ഫോസ്ഫറസ്. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ? സമയം സാർ, അപ്പം സാറിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാ നിർത്തുക. പൂജ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്. ശരി സാർ, താങ്ക് യു സാർ. പറയാനാണെങ്കിൽ ഒരുപാട് ഓരോന്നിന്റെ സിംറ്റംസ് അനുസരിച്ചിട്ട് വകതിരിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ, കാരണം എൻ്റെ അല്ലല്ലോ സെമിനാർ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ ആരെ കാണാഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളതേ ഉള്ളൂ. പക്ഷെ വളരെ അത്ര ഈസിയായ ഒരു പരിപാടിയല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഫംഗസ് ട്രീറ്റ്മെന്റ്. കാരണം അതിന്റെ പ്രധാന കാരണം അത് നനവ്, ഒന്നാമത്തെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞു ഒക്കെ ആരും പ്രത്യേകിച്ച് ഈ യൂറിനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുകാനുള്ള സൗകര്യങ്ങൾ പലയിടത്തുമില്ല. കഴുകുകയില്ല പലരും. കഴിയാൽ തന്നെ അവിടെ വെള്ളം ഇരിക്കരുത്, നല്ല ഉണങ്ങിയ സൗകര്യം കൊണ്ട് തോർത്തണം. പിന്നെ പ്രത്യേകിച്ച് പ്രൈവറ്റ്, അതുപോലെ തന്നെ ഈ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഈ ഓയിലത്ത് ഉണക്കി കഴിഞ്ഞിട്ട് തേച്ചിട്ടേ ഉപയോഗിക്കാവുള്ളൂ. ശരി സാർ, സാറിന്റെ ഒരു സെഷൻ ഇതിനായിട്ട് തന്നെ വെക്കാം. ഒരുപാട് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടെന്ന് അറിയാം. അപ്പം എനിക്ക് ലാപ്ടോപ്പിൽ സാറിന്റെ സൗണ്ട് കേട്ടപ്പോഴാണ് അത് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിയത്. ലാപ്ടോപ്പിൽ എന്തോ പ്രശ്നമായിരുന്നു, ഫോണിൽ പ്രശ്നമില്ല. മിക്കവാറും ഒക്കെ ഈ അടുത്ത കാലത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും ക്ലാസ്സിൽ പറയാനും മുഖം കാണിക്കാനും ഒക്കെ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഞാനിതൊന്നും നന്നാക്കാൻ ഇല്ല സാർ, ഫോണിൽ ഞാൻ കയറിയപ്പോ എനിക്ക് കുഴപ്പമില്ല. എന്റെ ലാപ്ടോപ്പിന്റെ പ്രശ്നമായിരുന്നു, സാറിന്റെ അല്ല. അപ്പൊ എന്തായാലും സമയം നമുക്ക് അധികരിച്ചിരിക്കുകയാണ്. അപ്പൊ ദേവൻ ഡോക്ടർ ആയിക്കോട്ടെ. ഏതായാലും രണ്ടുപേരുടെയും ഇത് മോഡറേറ്ററുടെയും പ്രസന്ററുടെയും രണ്ടുപേരുടെയും നന്നായിരുന്നു. പെർഫോമൻസ് കൊള്ളാം. നമുക്ക് ഇതുപോലെയൊക്കെ ഓരോരുത്തരും മുന്നോട്ട് വരട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഡോക്ടർ ദേവനാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അത് പിന്നൊരിക്കൽ പറയാമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടി പ്രീത ഡോക്ടർക്ക് നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ ദേവനെ നന്ദി പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ ഡോക്ടർ സുരേഷ് കുമാർ ചോദിച്ചതിന് ഒരു മറുപടി പറയാണ്. നിലവേമ്പ് അറിയാലോ, ഡോക്ടർക്ക് അറിയാലോ നിലവേമ്പ് ഇട്ട് എണ്ണ കാച്ചി പുരട്ടുന്നത് ചൊറിച്ചിലിന്, ഈ പ്രത്യേകിച്ച് ടീനിയയ്ക്ക് വളരെ ഫലപ്രദമാണ്. നമ്മൾ ആൻഡ്രോഗാഫിസ് നിലവേമ്പെന്ന് ഞങ്ങളുടെ നാട്ടിൽ കരക്കാഞ്ഞിരം എന്ന് പറയും. നിലവേമ്പിന്റെ എന്താണ് ഡോക്ടറെ, ഏത് പാർട്ടാണ്? നിലവേമ്പ് സമൂലം വേര് വേണ്ട, എടുത്തിട്ട് എണ്ണ കാച്ചണം. എണ്ണ കാച്ചി പുരട്ടുന്നത്. വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണയിൽ കാച്ചി പുരട്ടുന്നത് വളരെ വളരെ ഫലപ്രദമാണ്. കരക്കാഞ്ഞിര, നിലവേമ്പ്, ആൻഡ്രോഗാഫിസ് പാനിക്കുലേറ്റ എന്നൊക്കെ പറയുന്ന സാധനം തന്നെ. നമ്മുടെ ചിറാറ്റ, ഒരു ടൈപ്പ് ചിറാറ്റ തന്നെയാണ് അത്, കിരിയാത്താണത്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഡോക്ടറെ, ഒരു എന്നാ നിലംപാല എന്ന് പറയുന്ന ഒരു സൈസ് പാലയുണ്ട്. അത് എണ്ണക്കകത്ത് 7 ദിവസം വെച്ചിട്ട് അതിന്റെ എണ്ണ പുരട്ടിയാൽ വളരെ സുഖമാണ്. അതല്ല, അത് ദന്തപ്പാലയാണ്. അത് ഈ നമ്മുടെ വെട്ടുപാല ഫംഗൽ അയ്യപ്പാല, പല പേര് പറയും. നല്ല എഫക്റ്റീവാണ്. ഒരു കാര്യം കൂടി, ടീനിയ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണല്ലോ. ടീനിയ എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു പേര് വരാൻ കാര്യം അത് റിംഗ്വേമായിട്ട് വരുന്നത് കൊണ്ടാണ്. ടീനിയായും ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. എന്തായാലും ക്ലാസ് വളരെ നന്നായിരുന്നു. അതിന്റെ തന്നെ ഒരു ക്ലാസ് എടുക്കാം. അന്നേരം പിന്നെ ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു ഡിസ്കഷനായിട്ട് വെച്ചാൽ മതി. ബാക്കി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ. അതായത് അതൊരു പ്രധാനപ്പെട്ട ഡിസീസാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ്. പിന്നെ ചിലരൊക്കെ പറയാൻ മടിക്കും, പിന്നെ പറഞ്ഞോട്ടൊക്കെ അങ്ങ് നടക്കും. അത്രേ ഉള്ളൂ, ആരും പറയാറില്ല.
ഉണ്ടെന്ന് പറയാൻ ആയി ദേവൻ ഡോക്ടർ നന്ദി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. ക്ലാസ് വളരെ നന്നായി ക്ലാസ് എടുത്ത പ്രീത ഡോക്ടർക്കും ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാ ഡോക്ടർമാർക്കും നന്ദി പറഞ്ഞു. വളരെ വൈകിയ വേളയിൽ പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയുന്നു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക്. എല്ലാവർക്കും നന്ദി. നാളത്തെ സെഷനിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദി. എത്ര മണിക്കാ അത്? 9 മണിക്ക് സാർ, രാവിലെ 9 മണിക്ക് ആസ് യൂഷ്വൽ. രാവിലെ രാത്രി സോറി രാത്രി 9 മണിക്ക്. ശരി സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രീത ഡോക്ടറെ. ഇനി വീണ്ടും ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. തീർച്ചയായും.